കെ സുധാകരൻ KPCCയുടെ മുൻ പ്രസിഡന്റല്ലേ? ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണല്ലോ. അദ്ദേഹം ഇന്നലെയും മിനിങ്ങാന്നും മാധ്യമങ്ങളോട് ഇതേ രാഹുൽ മാങ്കൂട്ടലിനെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയും വീഡിയോയും താങ്കൾ ഒന്നെടുത്ത് കാണണം. താങ്കൾ പലതവണ ആങ്കറോട് ചോദിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും ഇടപെട്ടോന്ന്. ബഹുമാനപ്പെട്ട സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഞാൻ അയച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ്, 4 ദിവസം മുമ്പ്. ആ വീഡിയോയിൽ പാലക്കാട് നഗരസഭയിലും കണ്ണാടി ഗ്രാമപഞ്ചായത്തിലുമെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറുന്ന ദൃശ്യം വീഡിയോ തന്നെയാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പറയും. എന്റെ സമയം ഞാൻ പറയട്ടെ. ക്ലാരിറ്റിക്ക് വേണ്ടി പ്രചാരണത്തിൽ വന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ റോളില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാം, അതല്ലേ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ഒറ്റ മാസത്തേക്ക് മാത്രമേ കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രകാരമുള്ള സസ്പെൻഷൻ. ഓഗസ്റ്റ് മാസം 25-ന് സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ മാസം 25 ആ സസ്പെൻഷൻ ഭരണഘടനാപരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളൊന്നും രാജിവെച്ചില്ല. അദ്ദേഹം തുടർന്നു. വിൻസെന്റ് അടക്കം ഉള്ളവർക്ക് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതായത് മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ശ്രീ കെ സുധാകരൻ അടക്കമുള്ളവർ കൃത്യമായി വന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ റിനി ഇവിടെ ഉണ്ടല്ലോ. ആ റിനി അടക്കം ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരെ സോഷ്യൽ മീഡിയയിൽ എത്ര മോശമായിട്ടാണ് ആക്രമിച്ചത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിലെ ഉയർന്നു വന്ന മറ്റു പല ആരോപണങ്ങളിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് എത്ര ക്രൂരമായി തന്നെ ആക്രമിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അതുകൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊന്നുമല്ല എന്ന് പറയുന്നു. മിനിങ്ങാന്ന് തന്നെ ബണ്ടി ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമിച്ചുകൊണ്ട് ഇതേ രാഹുൽ മാങ്കൂട്ടിൽ പ്രതികരിച്ചത് ആർക്കെതിരായിട്ടാണ്? ഞാൻ പറയുന്നില്ല ആരാണെന്ന്. അപ്പോ പരസ്യമായി രംഗത്ത് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക. പിന്നെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം മറുപടി പറഞ്ഞു തന്നെ പോകണം. വിവാഹിതയാണ്, ഇതിലെ ഇര വിവാഹിതയാണ്, അതുകൊണ്ട് ഇതൊന്നും ഒഫൻസ് ഒന്നും നിൽക്കില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. എത്ര ക്രൂരമായിട്ടാണ് ഇവിടെ പറയുന്നത്. BNSുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 89 ഞാൻ വായിക്കാം. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വിമൻസ് കൺസെന്റ്, മാരീഡ് വുമൺ, നോൺ മാരീഡ് വുമൺ എന്ന രൂപത്തിലല്ല. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വുമൻസ് കൺസെന്റ്, whoever commits the offense under section 86 without the consent of a woman, whether the woman is quick with child or not, shall be punished with imprisonment for life, ജീവപര്യന്തം, or with imprisonment for either description for a term which may extend to 10 years and shall also be liable to be fined. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരസ്പരമുള്ള ബന്ധം അതവിടെ നിൽക്കട്ടെ, ഒരു മിസ്കാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് BNSലെ സെക്ഷൻ 89 കൃത്യമായി ഇന്ന പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ്, 10 years വരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹിതയാണെന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇത് കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിലെ വിക്ടിമിന്റെ എല്ലാ തരത്തിലുള്ള ധൈര്യത്തെയും ചോർത്തിക്കളയുകയാണ്, ആക്രമിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഒരു അഭിഭാഷക ദീപ ജോസഫ് എന്നാണ് പേര്, ഞാൻ അവരെ അറിയില്ല, അവർ സുപ്രീം കോടതി അഭിഭാഷകയാണെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇതേ വിഷയത്തിൽ വളരെ ദീർഘമായിട്ട് എഴുതിയിരിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് ഈ വിക്ടിമിനെ ചിത്രീകരിച്ചത്. ഫോട്ടോ പുറത്തുവിടും, മറ്റു വിവരങ്ങൾ പുറത്തുവിടും, അതുകൊണ്ട് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രൂപത്തിൽ ഇത് കുറച്ച് ദിവസമായി പരാതി കൊടുക്കാൻ തയ്യാറായി വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന വിഷയങ്ങളെ തകർക്കാൻ വേണ്ടി, അതിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു വലിയ ടീമിനെ വെച്ച് PR വർക്കിന്റെ ഭാഗമായി ആക്രമിക്കുക. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ, 3 മാസം സമയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയല്ലോ. ഓഗസ്റ്റ് മാസം 25 മുതൽ കിട്ടി. ഈ ശബ്ദം എന്റേതല്ല അദ്ദേഹം പറഞ്ഞോ? ഈ ചാറ്റ് എന്റേതല്ല പറഞ്ഞോ? ഈ ശബ്ദം ഒരു ഫോറൻസിക് റിപ്പോർട്ടിന് പരിശോധനയ്ക്ക് വിടണം എന്ന് പറഞ്ഞോ? അദ്ദേഹം ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ? ഒരു MLA ആയ എന്നെ അപകീർത്തിപ്പെടുത്താൻ സമൂഹത്തിൽ ഇന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞോ? കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം ഒരു പരാതി തന്നോ? ഒരു കോൺഗ്രസിന്റെ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. താങ്കൾ കേട്ട് കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞോളൂ. കോൺഗ്രസിന് ഒരു പരാതി തന്നോ? ഞാൻ കോൺഗ്രസിന്റെ MLA ആയി പ്രവർത്തിക്കുമ്പോൾ മിസ്റ്റർ രാജു പി നായർ താങ്കൾ സംസാരിക്കുമോ? താങ്കൾ സംസാരിക്കുമോ? ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. ശ്രീ രാജു പി നായർ വേഗം പൂർത്തിയാക്കൂ. ഞാൻ ശ്രീ KM ആന്റണിയിലേക്ക് പോയതേ ഇല്ല. അരുൺ
ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു തരത്തിലും ചാറ്റുമായി ബന്ധപ്പെട്ടോ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു പരാതി പോലീസിനോ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുകയോ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ ബന്ധം നിഷേധിക്കുകയോ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. KC വേണുഗോപാൽ ഭാര്യ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഭയത്തിലാണ്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര MLA അടക്കം എത്രയോ വനിതകൾ രംഗത്ത് വന്നിട്ട് അപ്പോൾ തന്നെ പ്രസ്താവന പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഒരേ സമയത്ത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം യാത്ര ചെയ്യുക. അതാണ് കോൺഗ്രസ്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തോടെയും സംസാരിക്കുന്നില്ല. കിട്ടിയ പരാതി കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.